വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടി എഴുന്നേറ്റ് നിൽക്കുവാൻ കർത്താവ് കൃപ തന്നു. ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം ഓരോരുത്തരും വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നാം സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്, ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട്, വചനം വായിക്കുന്നവരാണ് നാം ഓരോരുത്തരും. കർത്താവ് നമ്മളോട് ഓരോ നിമിഷവും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും കർത്താവ് നമുക്ക് അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല, നാം എന്തെങ്കിലും പ്രത്യേകത ഉള്ളത് കൊണ്ടല്ല. എന്നാൽ കർത്താവിന് നമ്മോട് കരുണ തോന്നുന്നു. ഓരോ നിമിഷവും കർത്താവിന് നമ്മോട് കരുണ തോന്നുന്നു. നാം ഓരോരോ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുമ്പോഴും, നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും നമ്മുടെ കുടുംബകാര്യങ്ങളിലാണെങ്കിലും നാം ഓരോരോ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുമ്പോഴും യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ ഒരു ഭാഗ്യം ലഭിക്കുന്നു. ആ സാന്നിധ്യം നമ്മളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അപ്പോൾ തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ നമുക്കൊരു ഭാഗ്യം ലഭിക്കുന്നു. നാം പാടാറുണ്ട്, ഇതൊരു പോരാട്ടമുള്ള ജീവിതമാണ് എന്ന്. നാം ഒരു പോരാട്ടത്തിലാണെന്ന്, നാം ഒരു പോർക്കളത്തിലാണെന്ന്. അതൊരു സാത്താന്യ ശക്തിയോടുള്ള പോരാട്ടമാണ്. നമുക്ക് പോരാട്ടമുള്ളത് സാത്താന്യ ശക്തികളോടാണ്. ആ ഗാനം നമുക്കൊന്ന് ചേർന്ന് പാടാം. പോരാട്ടമുള്ള ജീവിതം, പോർക്കളത്തിലായിരിക്കുന്ന നാം ഓരോരുത്തരും. ആ ഗായകൻ ഇങ്ങനെയാണ് പാടുന്നത്: നല്ല പോരാട്ടം പോരാടിയോട്ടമോടിടാം, നല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടിയോട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. നല്ല പോരാട്ടം പോരാടി നമുക്ക് ഓരോരുത്തർക്കും ഓട്ടം തികയ്ക്കാമെന്ന്. ഭാരങ്ങളുണ്ട്, പാപങ്ങളുണ്ട്, എന്നാൽ അതെല്ലാം തള്ളി നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഏതാണ് ലക്ഷ്യം? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുക. ആ നല്ല പോരാട്ടം പോരാടി നമുക്ക് ഓരോരുത്തർക്കും ഓട്ടം തികയ്ക്കാം. 1 കൊരിന്ത്യർ 9:24 അവിടെ പറയുന്നത് ഒരു ഓട്ടക്കളത്തെ പറ്റിയാണ്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിനെന്ന്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ്, എന്നാൽ ഒരുത്തൻ മാത്രമേ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിനെന്ന്. ഇന്ന് നാം ഈ വചനം കേൾക്കുമ്പോൾ, ഈ ദൈവസന്നിധിയിൽ നാം ഓരോരുത്തരും ഇരിക്കുമ്പോൾ നാം വ്യക്തമായി തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നാം എല്ലാവരും ഒരു ഓട്ടക്കളത്തിൽ ഓടുന്നവരാണ്. നാം ഇന്നൊരു ഓട്ടക്കളത്തിലാണ്. നാം ഇന്ന് ഓടുകയാണ്. അനേകം പോരാട്ടങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതാണെന്നല്ലോ നാം പാടിയത്, പോരാട്ടമുള്ള ജീവിതം. എന്നാൽ നാം ആ പോരാട്ടങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് നാം ഇന്ന് ആ ഓട്ടക്കളത്തിലായിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, നിങ്ങൾ ഓടുന്നവരാണെങ്കിൽ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിനെന്ന്. നിങ്ങൾ വെറുതെ ഓടുന്നവരാവരുത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഓടുന്നവരാവരുത്. നിങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം മാത്രം ഓടുവിനെന്ന്. എന്താണ് പ്രാപിക്കേണ്ടത്? അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെയെന്ന്. വാടാത്ത കിരീടം പ്രാപിക്കേണ്ടതിന്, ഒരു കിരീടം പ്രാപിക്കേണ്ടതിനാണ് നാം ഓടേണ്ടതിന്. അതെങ്ങനെയാണ് നാം പ്രാപിക്കുക? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട,
നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ജീവകിരീടം നിനക്ക് തരും. മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക, എന്നാൽ ജീവകിരീടം നിങ്ങൾക്ക് തരുമെന്ന്. മരണപര്യന്തം അവിടെ പറയുന്നു, പിശാച് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി വരും, നിങ്ങളുടെ ഓട്ടം തകർക്കാൻ വേണ്ടി പിശാച് വരും, എന്നാൽ മരണപര്യന്തം വിശ്വസ്തരായി ഓടുക എന്ന്. പ്രിയമുള്ളവരെ, പിശാചിന്റെ പരീക്ഷണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, സാത്താന്റെ പരീക്ഷണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നാം സാക്ഷ്യങ്ങളും വചനങ്ങളും എല്ലാം കേട്ടുകൊണ്ടിരുന്നപ്പോൾ നാം കേട്ടുവല്ലോ, സാത്താന്റെ ശക്തികൾ നമ്മെ പരീക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ഓട്ടക്കളത്തിൽ നമുക്കെതിരായി വരും. നമ്മെ എങ്ങനെയെങ്കിലും വീഴിക്കുവാൻ വേണ്ടി സാത്താന്റെ ശക്തികൾ നമുക്കെതിരായി വരുമെന്ന്. എന്നാൽ ഒരു കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, മരണപര്യന്തം നിങ്ങൾ വിശ്വസ്തരായിരുന്നാൽ നിങ്ങൾക്കൊരു ജീവകിരീടം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന്. വേറെ ഈ മനുഷ്യരാരെങ്കിലും തരുന്ന ഒരു പ്രൈസോ ഒരു സമ്മാനമോ ഒന്നും അല്ല, ഒരു ജീവകിരീടം കർത്താവായ യേശുക്രിസ്തു നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന്. അതൊരു പ്രത്യാശയുടെ വചനമല്ലേ? നമുക്ക് ഓരോരുത്തർക്കും തരുന്ന പ്രത്യാശയുടെ വചനം. മകനെ, പ്രിയമകളെ, നാം മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക. ഈ ഓട്ടക്കളത്തിൽ നമ്മോടുകൂടെ നമ്മുടെ കൈപിടിച്ച് നമ്മെ ഓടിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. നാം വീണു പോകാതെ, നാം തളർന്നു പോകാതെ, നാം വാടിപ്പോകാതെ നമ്മോട് കൂടെ ഓടുന്നുണ്ട്. പലപ്പോഴും നാം വീണു പോകാൻ തുടങ്ങിയിട്ടുള്ളവരല്ലേ? പലപ്പോഴും വാടി തളർന്നിരുന്നിട്ടില്ലേ ഈ ഓട്ടക്കളത്തിൽ? എന്നാൽ അത് നമ്മുടെ അനുഭവമല്ലേ? യേശുക്രിസ്തു നമ്മുടെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ കരം പിടിച്ച് വലിച്ചുകൊണ്ട് യേശുക്രിസ്തു ഓടുന്നു. എന്തൊരനുഭവമാണ്! ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ കരം പിടിച്ചുകൊണ്ട് നമ്മെ ഓടിക്കുന്നു. അതെൻ്റെ അനുഭവമാണ്, എൻ്റെ ഈ എളിയവനായ എൻ്റെ അനുഭവമാണത്. പലപ്പോഴും ഞാൻ വാടിപ്പോയിട്ടുണ്ട്, പലപ്പോഴും ഞാൻ മറുതലിച്ച് നിന്നിട്ടുണ്ട്, പലപ്പോഴും ഞാൻ വേണമോ എന്ന് ചിന്തിച്ച് നിന്നിട്ടുണ്ട്. എന്തിനാണ് ഓടുന്നത്? അനേകർ ഇന്ന് ലോകത്തിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ എന്തിനാണ് ഓടുന്നത്? ഞാൻ തളർന്നു പോയിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എനിക്കൊരിക്കലും ഒരു ജയജീവിതം സാധ്യമല്ല, എനിക്കൊരിക്കലും ഈ വഴിയിലൂടെ ഓടാൻ സാധ്യമല്ല. ഇതെല്ലാം വേറെ ആർക്കൊക്കെയോ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇന്നെൻ്റെ കർത്താവ് പതിയെ എന്നെ ഓടിപ്പിക്കുന്നു. കർത്താവ് എൻ്റെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഉറപ്പെനിക്ക് കർത്താവ് തരുന്നു. ഈ എളിയവനായ എൻ്റെ കയ്യിൽ, ഈ പാപിയായ എൻ്റെ കയ്യിൽ കർത്താവ് പിടിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആ ഉറപ്പുണ്ടോ? ഇന്ന് നാം ഓട്ടക്കളത്തിലാണ് എന്നുള്ള ഉറപ്പുണ്ടോ? നാം ഇന്ന് ഓടുകയാണ് എന്ന് ഉറപ്പുണ്ടോ? നാം ഇന്ന് ഓടേണ്ട വഴിയിലൂടെയാണ് ഓടുന്നത് എന്നുള്ള ഉറപ്പുണ്ടോ? ഇന്ന് നാം ഓരോരുത്തരും ഈ വചനം കേൾക്കുമ്പോൾ, ഇന്ന് അനേകർ യൂട്യൂബിലൂടെ ഈ വചനം കേൾക്കുന്നുണ്ട്, ഇന്ന് അനേകർ നേരിട്ട് ഈ വചനം കേൾക്കുന്നുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് എൻ്റെ ഓട്ടം എങ്ങനെയാണ്? ഞാൻ വാടിയിരിക്കുകയാണോ? ഞാൻ തളർന്നിരിക്കുകയാണോ? ഞാൻ ഓടുകയാണോ? അതോ ഞാൻ തളർന്ന് കിടക്കുകയാണോ? ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യം അതാണ്. ഇന്ന് നമുക്കൊന്ന് എഴുന്നേറ്റ് ഓടണം. അങ്ങനെ വേദപുസ്തകത്തിൽ നാം നോക്കുമ്പോൾ ഓടുന്ന അനേകം വ്യക്തികളെ നമുക്ക് കാണാം, അനേകർ ഓടുന്നതായിട്ട് നമുക്ക് കാണാം. അവരെങ്ങനെയാണ് ഓടിയത് എന്ന് നമുക്ക് അല്പനേരം ഒന്ന് ചിന്തിക്കാം. അവരെങ്ങനെയാണ് ഓടിയത്? ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 19-ാം അധ്യായം 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ, ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയുമരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. ഈ സംഭവം നമുക്കറിയാം. ലോത്തിനോട് ദൈവത്തിൻ്റെ ദൂതൻ നേരിട്ട് പറയുന്നൊരു കാര്യമാണ്. അവൻ അവിടെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവനോട് പറയുകയാണ്, നീ ജീവരക്ഷയ്ക്കായി ഓടിപ്പോവുക എന്ന്. ഈ ലോത്തിൻ്റെ അവസ്ഥ, ലോത്തിന് ഒരു മനസ്സുമില്ലായിരുന്നു. ലോത്തിന് ഒന്ന് ഓട്ടം തുടങ്ങുവാൻ ഒരു മനസ്സുമില്ലായിരുന്നു. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ ഞാനത് എൻ്റെ ജീവിതത്തോടാണ് ഞാനൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയത്. ഈ ലോത്തിന് അനേകം വാണിങ്ങൾ കിട്ടുന്നുണ്ട്. ലോത്തിനോട് ദൈവം നേരിട്ട്, ദൈവത്തിൻ്റെ ദൂതൻ പറയും, 6 പ്രാവശ്യം അവനെ നിർബന്ധിക്കുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും ഒന്ന് ഓടി വാ, നീ ഒന്ന് ഓടിപ്പോകൂ, നീ ന്യായം പറഞ്ഞുകൊണ്ട് നിൽക്കല്ലേ, നീ ഒന്ന് ഓടിപ്പോകൂ എന്ന്. ഓ, എന്തൊരു ദീർഘക്ഷമ! ദൈവത്തിൻ്റെ കരുണ. ലോത്തിന്റെ എന്തെങ്കിലും മേന്മ നോക്കിയിട്ടാണോ? ലോത്തിന് എന്തെങ്കിലും മേന്മയുള്ളത് കൊണ്ടാണോ? ലോത്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചെടുക്കണമെന്ന് ദൈവത്തിന് അതിയായ ആഗ്രഹം. ആ സോദോമും ഗോമറയും നശിക്കാൻ പോകുന്നു. ലോത്തിനെയും കുടുംബത്തെയും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ദൈവം ഒരു പ്രതിജ്ഞ എടുത്തു, എങ്ങനെയെങ്കിലും എനിക്ക് ലോത്തിനെ രക്ഷിക്കണം. അവൻ മറുതലിച്ച് നിൽക്കുകയാണ്.
അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്. അതിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അങ്ങനെ ലോത്ത് ചെന്ന് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവീൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. ലോത്ത് ചെന്ന് പറയുകയാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ സ്ഥലം വിട്ട് പുറപ്പെട്ടു പോരുവിൻ, ഈ ദൈവം ഈ സ്ഥലം നശിപ്പിക്കും. പ്രിയമുള്ളവരെ, നാം ഈ വചനം കേൾക്കുമ്പോൾ നാമും ഇന്നത്തെ സാഹചര്യങ്ങളുമായിട്ട് ഇതിനെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കണം. നാം ഓരോ ദിവസവും വചനം കേൾക്കുന്നു. എല്ലാ 1-ാം ഞായറാഴ്ചയും നാം വചനം കേൾക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും നാം വചനം കേൾക്കുന്നു. എല്ലാ വ്യാഴാഴ്ചകളിലും പൗർഷൻ ടി വിയിൽ നാം വചനം കേൾക്കുന്നു. എല്ലാ 3-ാം ഞായറാഴ്ചയും വചനം കേൾക്കുന്നു. ഓരോ പ്രാവശ്യവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, പുറപ്പെട്ടു പോരുവീനെന്ന്. ഈ സ്ഥലം നശിക്കും, ഈ ഭൂമി നാശത്തിനുള്ളതാണ്, നിങ്ങൾ ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടുകൊള്ളുവിനെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്നു. എന്നാൽ നാം എങ്ങനെയാണ് ചിന്തിക്കുന്നത്? നാം എന്താണ്, നമ്മുടെ സമർപ്പണം എന്താണ്? ഇവിടെ ലോത്ത് പറയുകയാണ്, എത്രയും പെട്ടെന്ന് ഈ സ്ഥലം വിട്ട് പുറപ്പെട്ടു പോരുവിനെന്ന്, ഈ സ്ഥലം നശിക്കപ്പെടുമെന്ന്. വീണ്ടും അതിന്റെ 15-ാം അധ്യായം 15-ാം വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബദ്ധപ്പെടുത്തി, വീണ്ടും ബദ്ധപ്പെടുത്തി, വീണ്ടും ബദ്ധപ്പെടുത്തുകയാണ്. അയ്യോ, വേഗം ഓടിക്കൊള്ളുക എന്ന്, വേഗം ഓടിപ്പോയിക്കൊള്ളുക എന്ന്, ഇത് നാശ സ്ഥലമാണ് എന്ന്, ഇത് നശിക്കുന്ന സ്ഥലമാണ് എന്ന്, നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടത് മാറ്റിക്കൊള്ളുവിനെന്ന് ഇന്ന് നമ്മളോട് നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. മാറ്റിക്കൊള്ളുവിൻ, അനേകം കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാനുണ്ട്. നമുക്ക് വീണ്ടും വീണ്ടും വാണിങ്ങുകൾ കിട്ടുന്നു. വീണ്ടും 3-ാമത്, അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് വ്യക്തമായി എഴുതിയിരിക്കുകയാണ്, യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ. ദൈവത്തിന് നമ്മോട് കരുണ തോന്നുകയാൽ, ദൈവത്തിന് നമ്മോട് വാത്സല്യം തോന്നുകയാൽ, ദൈവത്തിന് നമ്മോട് മനസ്സലിവ് തോന്നുകയാൽ വീണ്ടും വീണ്ടും അവൻ അവസരം കൊടുത്തു. വീണ്ടും പറയുകയാണ്, അവന്റെ കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുപോയാക്കി. വീണ്ടും അവനെ കൈക്ക് പിടിച്ചു കൊണ്ടുപോയാക്കി, അവനെ വലിച്ചു കൊണ്ടുപോയാക്കി. എന്നാലും അവന് മനസ്സില്ല. എന്നാൽ അവന് പൂർണ്ണമായി ആ പാപ സാഹചര്യങ്ങൾ വിട്ട് പോകുവാൻ മനസ്സില്ല. അവൻ വീണ്ടും അവിടെ തത്തി നിൽക്കുകയാണ്. എന്നിട്ടും ദൈവത്തിന്റെ ക്ഷമ, ദൈവത്തിന്റെ കരുണ വീണ്ടും അവനെ വിളിക്കുകയാണ്. വീണ്ടും അവനോട് പറയുകയാണ്, ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, നീ ഒന്ന് ജീവരക്ഷയ്ക്കായി ഓടിക്കൊള്ളൂ, നീ പുറകോട്ട് നോക്കല്ലേ, ഞാൻ ഈ സ്ഥലം നശിപ്പിക്കും. വീണ്ടും അവസരം ലഭിക്കുന്നു. എന്നാലും ലോത്തിന് മനസ്സില്ല. വീണ്ടും വാണിംഗ് കൊടുക്കുകയാണ്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക, നീ പർവ്വതത്തിലേക്ക് വീണ്ടും ഓടിപ്പോക എന്ന്, ഓടിക്കൊള്ളുവിനെന്ന്. എന്നാൽ ലോത്തിന് അപ്പോഴും ഒരു പൂർണ്ണ മനസ്സില്ല. ലോത്ത് ഒരു അലസനായി, ഒരു മടിയനായി നിൽക്കുകയാണ്. ലോത്ത് കർത്താവിനോട് ചോദിക്കുകയാണ്, അയ്യോ, എനിക്ക് അത്ര ഒന്നും ഓടാൻ വയ്യ, ഞാൻ അത്ര ഒന്നും ഓടിയാൽ എത്തുകയില്ല, എനിക്ക് അത്ര കഴിവൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ആ കുറച്ചു ദൂരം അടുത്തുള്ളൊരു പട്ടണം വരെ ഞാനൊന്ന് ഓടിപ്പൊക്കോളാം. പ്രിയമുള്ളവരെ, നാം ഓരോ പ്രാവശ്യവും വചനം കേൾക്കുമ്പോഴും നാമും ഇങ്ങനെ എക്സ്ക്യൂസസ് പറയുന്നവരാണോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്, എനിക്കതിനുള്ള കഴിവൊന്നുമില്ല. ഒരു മാനസാന്തര ജീവിതം അനുഭവിക്കുവാൻ, ഈ പാപത്തോട് യാത്ര പറയുവാൻ, പാപമില്ലാതെ ലോകത്തിൽ ജീവിക്കുവാൻ, അശുദ്ധിയില്ലാതെ ജീവിക്കുവാൻ, സിനിമയില്ലാതെ ജീവിക്കുവാൻ, ഈ മൊബൈലിലൂടെ കാണുന്ന അശുദ്ധമായ കാര്യങ്ങളില്ലാതെ ജീവിക്കുവാൻ, യൂട്യൂബ് ഇല്ലാതെ ജീവിക്കുവാൻ, ഫേസ്ബുക്ക് ഇല്ലാതെ ജീവിക്കുവാൻ, ഇൻസ്റ്റാഗ്രാം ഇല്ലാതെ ജീവിക്കുവാൻ, കൂട്ടുകാരില്ലാതെ ജീവിക്കുവാൻ, പരിഹാസികളുടെ കൂടെ ഇരിക്കരുതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. എന്നാൽ അവരൊന്നുമില്ലാതെ ജീവിക്കുവാൻ എനിക്കതൊന്നും സാധിക്കുകയില്ല. ഇതൊക്കെ വെച്ചുകൊണ്ട് വേണം എനിക്കൊന്ന് ഓടുവാൻ. പലപ്പോഴും ഞാൻ ഇതിനെല്ലാം മൃദുവായി കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ദൈവത്തിന്റെ വാണിങ്ങിനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇതൊന്നും എനിക്ക് സാധിക്കുകയില്ല എന്ന്. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം, അവന്റെ മഹാസ്നേഹം നിമിത്തം വീണ്ടും കാരുണ്യവനായ ദൈവം നമ്മോട് ഓരോരുത്തരോടും എന്നോടും വീണ്ടും എന്നെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്നു. ഞാൻ പലപ്പോഴും അടിച്ചു നിന്നപ്പോഴും പരിശുദ്ധാത്മാവ് എന്നെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്നു. വീണ്ടും എനിക്ക് അവസരങ്ങൾ തന്നു. നമുക്ക് ഓരോരുത്തർക്കും അവസരങ്ങൾ ഓരോന്നായി തരുന്നു. ഇന്ന് നാമും വീണ്ടും വചനം കേൾക്കുന്നു. വീണ്ടും ലോത്ത് പറയുകയാണ്, എനിക്ക് ഓടാൻ മനസ്സില്ല, എനിക്കങ്ങനെ ഓടാനൊന്നും കഴിവില്ല, ഞാൻ തൊട്ടടുത്ത പട്ടണത്തിലേക്ക് പൊയ്ക്കൊള്ളാം. വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, എന്നാൽ നീ അവിടേക്ക് ഓടിപ്പൊക്കോളൂ, ശരി, നീ അങ്ങോട്ടെങ്കിലും ഒന്ന് ഓടിക്കോളൂ. അതിനുശേഷം
ദൈവം പറയുന്നൊരു വാക്യമുണ്ട്, എന്താണെന്നറിയോ? നീ അവിടെ എത്തുവോളം എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന്. മകനെ, നീ നശിച്ചു പോകുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമില്ല. മകനെ, മകളെ, നീ ഒരിക്കലും ഈ ഭൂമിയിൽ പട്ടുപോകുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമില്ല. ഗന്ധകവും തീയും കത്താൻ പോകുന്നു. നീ ഒരിക്കലും ഇവിടെ കിടന്ന് നശിക്കേണ്ടവനല്ല. കാരണം നിന്നെ ഞാൻ തെരഞ്ഞെടുത്തതാണ്, നിന്നെ ഞാൻ വിളിച്ചതാണ്, നിനക്ക് ഞാൻ വചനം തന്നതാണ്. നീ ഒരിക്കലെങ്കിലും എൻ്റെ മുമ്പിലിരുന്ന് വചനം കേട്ടിട്ടുള്ളവനാണ്, എൻ്റെ വചനം നീ കൈക്കൊള്ളിട്ടുള്ളവനാണ്. നീ അവിടെ എത്തുവോളം എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ പലപ്പോഴും എൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് താമസിക്കുന്ന എന്തുകൊണ്ടാണ്? എന്നെ നേടുവാൻ, എന്നോട് കരുണ തോന്നിക്കൊണ്ട് നീ അവിടെ എത്തുവോളം എനിക്ക് നശിപ്പിപ്പാൻ കഴിയുകയില്ല, ഈ ഭൂമിയെ നശിപ്പിപ്പാൻ കഴിയുകയില്ല, നിന്നെ മരണദൂതൻ തൊടുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. വേറൊന്നുമല്ല, നീ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടൂ, നീ എങ്ങനെയെങ്കിലും ഒന്ന് ഓടിപ്പോകൂ. ആ നാശപട്ടണത്തിൽ നിന്ന് ആ സമൃദ്ധിയുടെ പട്ടണത്തിലേക്ക്, ആ സ്വർഗത്തിന്റെ സന്നിധിയിലേക്ക്, യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ഓടിപ്പോകൂ എന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മോട് ഇത് പറയുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, മകനെ, നീ അവിടെ ചെല്ലുന്നത് വരെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല കേട്ടോ. നീ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടൂ. ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നുകൊള്ളാം, ഞാൻ നിന്റെ കൈക്ക് പിടിച്ചുകൊള്ളാം. നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും, ശരിയാ. ഈ പാപത്തിനോട് യാത്ര പറയുവാൻ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും, ശരിയാണ്. എന്നാൽ ഞാനില്ലേ നിന്റെ കൂടെ, ഞാൻ നിന്റെ കരം പിടിച്ചുകൊള്ളാം. നിനക്ക് ഈ പാപത്തോട് യാത്ര പറയാൻ ഞാൻ നിന്നെ സഹായിക്കാം. നീ എൻ്റെ തിരുരക്തമുണ്ടല്ലോ, ഞാൻ നിനക്ക് വേണ്ടിയല്ലേ എൻ്റെ തിരുരക്തം ചൊരിഞ്ഞത്. ആ തിരുരക്തം ഒരു തുള്ളി കൊണ്ട് ഞാൻ നിന്നെ കഴുകാം. നീ എൻ്റെ കയ്യിൽ ഒന്ന് പിടിച്ചാൽ മതി, അല്ല ഞാൻ നിന്നെ കൈക്ക് പിടിച്ചുകൊള്ളാമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഓരോരുത്തരോടും പറയുന്നു. പ്രിയമുള്ളവരെ, നാം ഈ വാക്ക് കേൾക്കാതിരിക്കരുത്. എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്. മകനെ, എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല, നീ ഒന്ന് വേഗം ഓടിവാ എന്ന്, എൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് ഓടിവാ എന്ന്. ജീവരക്ഷയ്ക്കായിട്ട് ഓടുക എന്ന്. ലോത്ത് അങ്ങനെയാണ് ഓടിയത്. എന്നാൽ ലോത്തിന്റെ കുടുംബം രക്ഷപ്പെട്ടില്ല. ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി, ഉപ്പ് തൂണായി പോയി. നമുക്ക് തരുന്ന വാണിംഗ് അതാണ്, നിനക്കൊന്നില്ലെങ്കിൽ ഓടാം, നമുക്കൊന്നില്ലെങ്കിൽ ഓടാം, ആ ക്രൂശിനെ നോക്കി ഓടാം, അല്ലെങ്കിൽ ഉപ്പ് തൂണായി ഭവിക്കാം. ഈ ഭൂമിയിൽ ഒരു ഉപ്പ് തൂണായി, ഒന്നിനും കൊള്ളാത്തവരായി, ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ലാത്തവരായി നാശപട്ടണത്തിൽ നിൽക്കാം. നമുക്ക് തരുന്ന വാണിങ് ലോത്തിനോട് പറഞ്ഞത് ജീവരക്ഷയ്ക്കായി ഓടുവാനാണ്, ഈ ഓട്ടക്കടത്തിൽ ഓടുവാൻ, ജീവരക്ഷയ്ക്കായി. എന്നാൽ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ വേറൊരു വ്യക്തിയെ നാം കാണുന്നുണ്ട്. ആ വ്യക്തി ഓടിയത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അശുദ്ധിക്കെതിരെയാണ്. അശുദ്ധിക്കെതിരെ ഓടിയൊരു വ്യക്തി. നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം അതിൻ്റെ 9 വാക്യം എന്താണ് പറയുന്നത് നോക്കാം. യോസേഫിനെ പറ്റി അവിടെ പറയുന്നു. യോസേഫ് ഓടിയത് വേറെ ഒന്നുമല്ല, അവൻ്റെ ഹൃദയത്തിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു, ഹൃദയത്തിൽ ഒരു നിശ്ചയമുണ്ടായിരുന്നു. യോസേഫ് ഓടി അശുദ്ധിക്കെതിരായി, യൗവന മോഹങ്ങളെ വിട്ട് ഓടുവിനെന്ന് തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇവിടെ യോസേഫ് അശുദ്ധിക്കെതിരായി ഓടി. എന്താണ്? നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല, നീ അവൻ്റെ ഭാര്യയാകയാൽ നിന്നെയല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. എന്നിട്ട് യോസേഫ് എന്താണ് ചെയ്തത്? അതിന്റെ 12-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവൾ അവന്റെ വസ്ത്രം പിടിച്ചു എന്നോട് കൂടെ ശയിക്ക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ തന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. അവൻ വസ്ത്രമോട് വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു എന്ന്. യോസേഫ് അവിടെ ഓടുകയാണ്. എന്തിനെതിരെ? അശുദ്ധിക്കെതിരെ, യൗവന മോഹങ്ങൾക്കെതിരെ. നാം ഓരോരുത്തരും ചിന്തിക്കണം, ഇന്ന് അശുദ്ധിയുടെ സാഹചര്യം വരുമ്പോൾ, ഇന്ന് പാപത്തിന്റെ സാഹചര്യം വരുമ്പോൾ, ഇന്ന് നാം ആരുമില്ലാത്ത സമയത്ത് നമ്മൾക്കിങ്ങനെ ഓടുവാൻ സാധിക്കുന്നുണ്ടോ? നാം ഇറങ്ങി ഓടുന്ന ഒരു അവസ്ഥയല്ലേ പറഞ്ഞത്? ഹൃദയം കൊണ്ട് അയ്യോ എന്നെ അതിന് കിട്ടുകയില്ല, എന്നെ യേശുക്രിസ്തു തെരഞ്ഞെടുത്തതാണ്, ഞാൻ ദൈവത്തിന്റെ വചനം കേട്ട ഒരു വ്യക്തിയാണ്, ഈ പാപത്തിന് എന്നെ കിട്ടുകയില്ല എന്ന്, ഈ അശുദ്ധിക്ക് എന്നെ കിട്ടുകയില്ല എന്ന് യോസേഫ് അവിടെ ഓടുന്നു. ഈ പാപത്തിനെതിരെ ഓടുന്നു, ആ പാപത്തിന് ചെയ്യരുതെന്നുള്ള ആഗ്രഹത്തോടെ ഓടുന്നു. പ്രിയമുള്ളവരെ, നമുക്കിന്ന് ഓടുവാൻ സാധിക്കണം. പാപത്തിനെതിരെ, യൗവന മോഹങ്ങൾക്കെതിരെ, അശുദ്ധിക്കെതിരെ നമുക്കിന്ന് ഓടുവാൻ സാധിക്കണം. നാം ആ പാട്ടുകാരൻ ഇപ്പൊ നാം പാടിയ പാട്ടിൽ വീണ്ടും പറയുന്നുണ്ട്. എന്താണ്? ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ്, എന്നാൽ വിരുദ് പ്രാപിക്കുന്നവൻ ഒരാൾ മാത്രമാണ് എന്ന്. അനേകർ എന്ന് പാപത്തിന്റെ പുറകെ ഓടുമ്പോൾ വിരുദ് പ്രാപിക്കുവാനായി നമുക്ക് അശുദ്ധിക്കെതിരെ, യൗവന മോഹങ്ങൾക്കെതിരെ, ജീവരക്ഷയ്ക്കായി നമുക്ക് ഓടണം. നമുക്ക് നേരെ മുന്നോട്ടോടെ ഓട്ടം തികയ്ക്കാമെന്ന്. ഭാരവും പാപവും എല്ലാം തള്ളി
ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാമെന്ന്. ജീവരക്ഷയ്ക്കായി ഓടുക, നാം യൗവന മോഹങ്ങളെ വിട്ട് ഓടുക, പാപത്തെ വിട്ട് ഓടുക. എന്നാൽ നാം വീണ്ടും എങ്ങനെയാണ് ഓടേണ്ടത്? എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവിടെ പറയുകയാണ്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നാം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവിനെന്ന്. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക, പാപവും ഭാരവും വിട്ട് ഓടുക എന്ന്. എന്താണ് ഭാരം? പാപത്തിന്റെ ഭാരം. ഇന്ന് നാം ഓടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ചുമലിൽ ഒരു പാപത്തിന്റെ ഭാണ്ഡ കെട്ടിരിക്കുന്നുണ്ട്. അത് വിട്ട് സ്ഥിരതയോടെ ഓടുവാൻ നമുക്ക് സ്വന്തമായി അങ്ങനെ ഓടുവാൻ സാധിക്കുകയില്ല. പലപ്പോഴും നാം വീണുപോകുന്ന അവസരങ്ങൾ ഉണ്ടാകും. എന്നാൽ അവിടെ അതിന് തൊട്ടടുത്ത വാക്യത്തിൽ പറയുകയാണ്, നിനക്ക് ആ ഭാരവും പേറി പാപവും പേറി സ്വന്തമായി ഓടുവാൻ സാധിക്കുകയില്ല. എന്നാൽ നമ്മുടെ എല്ലാം പാപങ്ങൾ പേറിക്കൊണ്ട് ഓടിയ ഒരുത്തനുണ്ട്, നമ്മുടെ മുമ്പേ ഓടിയ ഒരുത്തനുണ്ട്. അവൻ നമുക്കൊരു ഓട്ടം ഓടേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നീ ഭൂമിയിലേക്ക് നോക്കി ഓടിയാൽ നിനക്ക് നടക്കില്ല, പിന്നിലുള്ള നോക്കി ഓടിയാൽ നിനക്ക് നടക്കില്ല. അതുകൊണ്ട് നീ എന്താണ് ചെയ്യേണ്ടത്? ആ ഭാരവും പാപവും എല്ലാം അവിടെ വിട്ടേച്ച് നീ ഒരാളെ നോക്കി ഓടിക്കൊള്ളുവിനെന്ന്. അത് നമ്മുടെ കൂട്ടായ്മയുടെ ആപ്തവാക്യമാണ്. അത് ആരെയെ നോക്കിയാണ് ഓടേണ്ടത്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിനെ നോക്കിക്കൊള്ളുവാൻ. നീ യേശുക്രിസ്തുവിനെ നോക്കി ഓടിക്കൊള്ളുവാൻ. നീ ആ പാപത്തിന്റെ ഭാരം കേറണ്ട, ആ പാപത്തിന്റെ ഭാരം നീ പിടിച്ചുകൊണ്ട് ഓടണ്ട. നിനക്ക് ഓടുവാൻ സാധിക്കുകയില്ല, നീ തളർന്നു പോകും. എന്നാൽ അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ആ പാപവും ആ ഭാരവും എല്ലാം യേശുക്രിസ്തുവിന്റെ കയ്യിലേക്ക് കൊടുത്തുകൊള്ളുക എന്ന്. അവൻ നമുക്ക് മുന്നേ ഓടിയവനാണ്. അവൻ നമുക്ക് ഓടുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയതാണ്. 2-ാം വാക്യം എങ്ങനെയാണ്? തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഉള്ളിൽ നാം ക്ഷീണിച്ചു പോകാതിരിപ്പാൻ, നാം മടുത്തു പോകാതിരിപ്പാൻ, ഈ ഓട്ടക്കളത്തിൽ നാം മടുത്ത് ക്ഷീണിച്ചു പോകാതിരിപ്പാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിനെന്ന്. അവിടെ ഏതെങ്കിലും കൂട്ടായ്മ ദൈവമക്കളെ ധ്യാനിക്കാനല്ല പറഞ്ഞത്, ഏതെങ്കിലും പ്രത്യേക ഒരു വ്യക്തിയെ ധ്യാനിക്കാനല്ല പറഞ്ഞത്. അവിടെ ധ്യാനിക്കാൻ കൊള്ളാകുന്നവനുണ്ട്. നാം ഓടുമ്പോൾ മടുത്തു പോകാതിരിപ്പാൻ, ക്ഷീണിച്ചു പോകാതിരിപ്പാൻ നമുക്ക് ധ്യാനിക്കാൻ കൊള്ളാകുന്നവനുണ്ട് നമ്മളുടെ മുമ്പിൽ. അതെന്റെ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിന്റെ കാൽപാദമാണ് ഞാൻ പിന്നിട്ട് പോകുന്നത്. ഫിലിപ്പിക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഇങ്ങനെയാണ്: ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു എന്ന്. ഞാൻ എന്നെ വിളിച്ച എന്റെ യേശുക്രിസ്തുവിന്റെ ആ വിളി കേട്ടുകൊണ്ട്, ആ യേശുക്രിസ്തുവാണ് എന്നെ വിളിച്ചതെന്നുള്ള ഉറപ്പോടുകൂടി ആ പരമവിളിയുടെ ലാക്കിനായി ഞാൻ മുന്നിലേക്ക് ഓടുകയാണ്. ആ വിരുദിനായി ഞാൻ മുന്നിലേക്ക് ഓടുകയാണ്. ഞാൻ പിന്നിലുള്ളതൊക്കെയും മറക്കുകയാണ്. ഞാൻ ഒരു കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ, ഞാൻ കൂടുതലൊന്നും ചെയ്യുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, എന്റെ പിന്നിലുള്ളതൊക്കെയും ഞാൻ മറക്കുന്നു, എന്റെ ചുറ്റുമുള്ളതൊക്കെയും ഞാൻ മറക്കുന്നു, എന്റെ കുടുംബങ്ങളെ ഞാൻ മറക്കുന്നു, എന്റെ കൂട്ടുകാരെ ഞാൻ മറക്കുന്നു, എന്റെ എനിക്ക് വേണ്ടപ്പെട്ട എല്ലാം ഞാൻ മറക്കുന്നു. എന്നാൽ ഞാൻ ഒന്ന് മാത്രം കാണുന്നു, എന്നെ വിളിച്ച യേശുക്രിസ്തുവിനെ ഞാൻ കാണുന്നു, എന്നെ വിളിച്ച വിളി ഞാൻ കാണുന്നു, എന്റെ മുമ്പിൽ ക്രൂശിതനായി കിടക്കുന്ന എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ കാണുന്നു. ആ യേശുക്രിസ്തുവിന്റെ പരമവിളിയുടെ ലാക്കിനായി വിരുദിനായി ഞാൻ മുന്നിലേക്ക് ഓടുന്നു എന്ന്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാം മറക്കാം, നമുക്കെല്ലാം വെടിയാം, നമുക്ക് ആ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യാം. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ആരെയും നോക്കുവാനില്ല. ആ സ്തേഫാനോസ് അവസാനം അവന്റെ തലയിൽ ആ കല്ലുകൾ ഒന്ന് വീഴുമ്പോഴും അവൻ ഒരു കാര്യം കണ്ടു, ആ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. സ്വർഗം തുറന്ന് അവിടെ യേശുക്രിസ്തുവിനെ അവൻ കണ്ടു. അവൻ യേശുക്രിസ്തുവിനെ മാത്രം നോക്കി ഓടി. പരിശുദ്ധനായ പൗലോസ്ലീഹ ആ ശിരച്ഛേദം ചെയ്യുന്ന സമയത്തും യേശുക്രിസ്തുവിനെ കണ്ടു. അവിടെ പൗലോസ്ലീഹ പറയുകയാണ്, 2 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം 8-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 2 തീമോഥെയോസ് 4:7-8 ഇങ്ങനെയാണ്. അത് നമുക്കുള്ള വാഗ്ദത്തമാണ്. അത് പൗലോസ് നമുക്ക് തരുന്ന വാഗ്ദത്തമാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വാഗ്ദത്തമാണ്. അത് പൗലോസ്ലീഹയുടെ മാത്രം അനുഭവമല്ല, അത് നമുക്കുള്ളത് കൂടെയാണ്. നമുക്കുള്ള ഒരു വാഗ്ദത്തം എന്താണ്? നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. പൗലോസ് ആ സാക്ഷ്യം പറഞ്ഞിട്ട് പറയുകയാണ്, നീതിയുടെ കിരീടം എനിക്കായി തരും. ആ ദിവസത്തിൽ എനിക്ക് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. അത് പൗലോസിന്റെ ഉറപ്പാണ്.
എന്നാൽ പൗലോസ് അതിൻ്റെ കൂടെ ഒന്നുകൂടെ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ്, അത് എനിക്ക് മാത്രമല്ല കേട്ടോ, ഇത് എനിക്ക് മാത്രം തരുന്നതല്ല, നിങ്ങൾക്കും കൂടെ, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ, അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് തരുമെന്ന് പൗലോസ് ശ്ലീഹ അവസാന നിമിഷങ്ങളിൽ പറയുകയാണ്. എനിക്കത് ലഭിക്കും, എന്നാൽ ഞാൻ ഇങ്ങനെ ഓടി എനിക്കത് ലഭിക്കും. എന്നാൽ നിങ്ങൾ ഒന്ന് കേട്ടുകൊള്ളൂ, നിങ്ങൾ അവന് വേണ്ടി ഓടുന്നവരാണെങ്കിൽ, നിങ്ങൾ യേശുവിന് വേണ്ടി ഓടുന്നവരാണെങ്കിൽ, യേശുവിനെ മാത്രം നോക്കി ഓടുന്നവരാണെങ്കിൽ നിങ്ങൾക്കും കൂടി അത് തരും. അത് നമ്മുടെ പ്രത്യാശയാണ്. അത് കർത്താവ് ദാനമായി നമുക്ക് ഓരോരുത്തർക്കും തരുന്ന പ്രത്യാശയാണ്. ആ പ്രത്യാശ എത്ര പേർക്കുണ്ട്? എനിക്കൊരു ജീവകിരീടം കിട്ടും. ഞാൻ യേശുവിനെ നോക്കിയാണ് ഓടുന്നത്, ഞാൻ സ്ഥിരതയോടെയാണ് ഓടുന്നത്, ഞാൻ വേറെ ആരെയും കണ്ടുകൊണ്ടല്ല ഓടുന്നത്, ഞാനൊരു കൂട്ടായ്മയെ നോക്കിയല്ല ഓടുന്നത്. എൻ്റെ യേശു ക്രിസ്തു എനിക്ക് മുന്നിലായി ഓടുന്നുണ്ട്, അവന്റെ വലങ്കരം എൻ്റെ മേൽ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഉറപ്പാണോ പ്രിയമുള്ളവരെ? കർത്താവ് ഇന്ന് ദാനമായ ഉറപ്പ് എനിക്കിന്ന് തരുന്നു. എൻ്റെ കൂടെ എൻ്റെ യേശു ക്രിസ്തു ഉണ്ട് എന്ന്, എന്നെ അവൻ വലങ്കരം പിടിച്ചിട്ടുണ്ട് എന്ന്, എനിക്കൊരു ജീവകിരീടം തരുമെന്ന്. അത് ഞാൻ അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവനാണ്. ഞാൻ എന്ന ആ പ്രത്യാശയോടെയാണ് ഓടുന്നത്. ഭൂമിയിൽ എനിക്ക് ആരുമില്ലെങ്കിലും, ഈ ലോകത്തിൽ എനിക്ക് ആരുമില്ലെങ്കിലും എനിക്കൊരു പ്രത്യാശയുണ്ട്. നമുക്ക് ആ പ്രത്യാശയോടെ അവന്റെ സന്നിധിയിലേക്ക് വരാം. ഇന്ന് പ്രത്യാശ ഇല്ലാത്തവർക്ക്, നിരാശയിലായവർക്ക് ഇന്ന് പ്രത്യാശ തരുന്നു. ആ ജീവകിരീടം നമുക്ക് തരുന്നു. ഇന്ന് നമുക്കത് പ്രാപിക്കാം. നമുക്ക് നമ്മുടെ തലവണ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട പിതാവേ, കർത്താവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കുന്നത് നീ കാണുന്നുവല്ലോ. ഞങ്ങൾ ഏറ്റവും പാപത്തിൽ വലഞ്ഞ് പ്രത്യാശയില്ലാത്തവരായി നിരാശയിൽ വലഞ്ഞ് ഞങ്ങൾ വന്നിരിക്കുന്നു കർത്താവേ. എന്നാൽ ഈ നിമിഷം ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. ഞങ്ങളോട് നീ സംസാരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ നല്ല പോരാട്ടം പോരാടുവാൻ, ഈ ഭൂമിയിൽ ഏറ്റവും നല്ല പോരാട്ടം പോരാടി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ നീ എടുത്തുകൊള്ളുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുറവുകളെല്ലാം നീ നിന്റെ തിരുരക്തത്താൽ നീ കഴുകിത്തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഈ സമയം ഞങ്ങളുടെ സമർപ്പണം ഞങ്ങൾ ഒന്ന് പറയുകയാണ്, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഏറ്റുപറയുകയാണ് കർത്താവേ. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഞങ്ങൾ നിന്റെ വകയാണ്. പിശാചിനോടും അവന്റെ സകല ശക്തിയോടും ഞങ്ങൾ യാത്ര പറയുകയാണ്. ഞങ്ങളുടെ സ്വന്തം കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഞങ്ങളുടെ വലങ്കരം ഞങ്ങൾ നിന്റെ നേരെ ഒന്ന് നീട്ടുകയാണ്. നീ ഞങ്ങളുടെ കരത്തിലൊന്ന് പിടിക്കണമേ. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഓടുവാൻ ശക്തിയില്ല. ഞങ്ങൾ തളർന്നു പോകുന്നവരാണ്, ഞങ്ങൾ വീണു പോകുന്നവരാണ്, ഞങ്ങൾ നിസ്സാരമായി കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ക്ഷീണിച്ചു പോകുന്നവരാണ്. എന്നാൽ ഞങ്ങളെ ഓട്ടമോടിപ്പിക്കുവാൻ ശക്തനായ യേശു ക്രിസ്തുവിന്റെ വലങ്കരത്തിലേക്ക് ഞങ്ങളുടെ ജീവിതം തരുന്നു, മുഴുവനായി സമർപ്പിക്കുന്നു. നീ ഞങ്ങളെ ഒന്ന് എടുത്തുകൊണ്ട് ഓടണമേ, ഞങ്ങളെ നീ ഒന്ന് മാറോട് ചേർത്തുകൊണ്ട് ഓടണമേ കർത്താവേ. ഞങ്ങൾക്ക് നിത്യരാജ്യം അവകാശമാക്കി നീ തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കി ഞങ്ങൾ ഓടുന്നു കർത്താവേ. ഒരിക്കൽ കൂടി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകുമെന്നുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരമരുളണമേ. ആമീൻ.